Welcome to Leeds College online class. Today we are going to discuss another topic is non-aligned movement and Cold War. First we can discuss Cold War. What is Cold War? What is Cold War? In the previous class, we already discussed about Cold War. What is Cold War? Socialist bloc and നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് കോൾഡ് വാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. അതായത് സോഷ്യലിസ്റ്റ്, അതായത് സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ അമേരിക്കയും USSRും അല്ലേ, അമേരിക്കയും USA-യും USSRും അവർ ഒന്നിച്ച് നിന്നത് നമ്മൾ പഠിച്ചാണല്ലോ. ബട്ട് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അവർ എന്ത് ചെയ്തു, നമ്മുടെ ദേ പാർട്ടഡ് ഫ്രം ഈച്ച് അതർ. അവർ വീണ്ടും രണ്ട് ഭാഗങ്ങളായി, ദേ പാർട്ടഡ് ഫ്രം ഈച്ച് അതർ, രണ്ട് ഭാഗങ്ങളായിട്ട് മാറി. അവർ നോക്കട്ടെ, ദ USSR ആൻഡ് USA ദാറ്റ് ഫോംഡ് ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. USA ആൻഡ് USSR ഫോംഡ് anti-fascist alliance when the time of സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഒന്നിച്ച് നിന്ന രണ്ട് രാഷ്ട്രങ്ങളാണ്, ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ് ആയിട്ട് നിന്ന രണ്ട് രാഷ്ട്രങ്ങളാണ് USA ആൻഡ് USSR. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ദേ പാർട്ടഡ് ഫ്രം ഈച്ച് അതർ. അവർ വീണ്ടും എന്ത് ചെയ്തു, ഭിന്നിച്ചു, വേർപെട്ടു പോയി. ദേ പാർട്ടഡ് ഫ്രം ഈച്ച് അതർ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ചു. എന്താണ് അതിൻ്റെ കാരണം നോക്കുമ്പോൾ, ഒന്ന് USSR എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ് അല്ലേ. USA എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. ഒരു മുതലാളിത്ത രാജ്യവും മറ്റൊന്ന് എന്താണ്, ഒന്ന് ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്. ശ്രദ്ധിക്കണേ, ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ് ആര്, USA. മറ്റൊരു എന്താണ്, സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. ശ്രദ്ധിക്കണേ, സോഷ്യലിസ്റ്റ് കൺട്രി അതെ USSR. അപ്പോൾ അത് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയോളജിയാണ്. ശരിക്കും സോഷ്യലിസത്തിന് ഓപ്പോസിറ്റ് തന്നെ വേണമെങ്കിൽ ഇതിനെ പറയാം, ക്യാപിറ്റലിസ്റ്റിനെ പറയാം. സോ നോക്കൂ, ഇവര് when the time of second world war they joined each other. അവരെന്ത് ചെയ്തു, ജോയിൻ ചെയ്തു നിന്നു. ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം they departed from each other. ശ്രദ്ധിക്കണേ, they parted from each other and after the war they parted from each other. ഇതൊക്കെ അവർ പരസ്പരം എന്ത് ചെയ്തു, വീണ്ടും രണ്ട് പാർട്ടായിട്ട് മാറി, ഭിന്നിച്ചു. ദെൻ ശ്രദ്ധിക്കണേ, അങ്ങനെ ഭിന്നിച്ച ഈ രണ്ട് USA-യും USSR-ഉം, ദീസ് ടു ബ്ലോക്സ്, ഏതാ ടു ബ്ലോക്സ്, സോഷ്യലിസ്റ്റ് ബ്ലോക്സും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്സും. ശ്രദ്ധിക്കണേ, ഈ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിയിൽ പെടുന്ന കൺട്രീസ് എല്ലാം ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്സിൽ. ശ്രദ്ധിക്കൂ, USA-യുടെ ലീഡർഷിപ്പിൽ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി ഒക്കെയുള്ള രാജ്യങ്ങൾ USA-യുടെ കൂടെ, സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഉൾപ്പെടുന്ന രാഷ്ട്രങ്ങൾ USSR-ന്റെ നേതൃത്വത്തിൽ. ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും these two blocks, capitalist bloc and socialist bloc, that represented contradictory ideas. The contradictory ideas തമ്മിൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയോളജിയാണ്. അപ്പോൾ ആ ഐഡിയോളജി തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് പറയുന്നത് കോൺട്രാഡിക്ടറി ഐഡിയാസ്.
എന്താണ് ആശയപരമായിട്ടുള്ള സംഘർഷങ്ങൾ. ദേ കണ്ടിന്യൂഡ് പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാർ. അത് ഏതിലേക്ക് നയിച്ചു? നയതന്ത്ര യുദ്ധങ്ങളിലേക്ക് നയിച്ചു ഈ രാജ്യങ്ങൾ തമ്മിലുള്ള. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് ഐഡിയോളജിയാണ് അത് തമ്മിലുള്ള കോൺട്രാഡിക്ഷറി ഐഡിയാസ് ആൻഡ് കണ്ടിന്യൂഡ് പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാർ. ദിസ് ഈസ് കോൾഡ് കോൾഡ് വാർ. ആ രണ്ട് ബ്ലോക്സും തമ്മിലുള്ള ആ ഒരു എന്താണ് കോൺട്രാഡിക്ടറി ഐഡിയാസിനും പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാർസുമാണ് കോൾഡ് വാർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഏതാണ് ടു ബ്ലോക്സ്? സോഷ്യലിസ്റ്റ് ബ്ലോക്സ് ആൻഡ് capitalist blocks. These two blocks, socialist blocks represented capitalist blocks and socialist blocks represented contradictory ideas and they continued political and diplomatic war. This is known as Cold War. ആ രണ്ട് ബ്ലോക്സും തമ്മിലുണ്ടായിട്ടുള്ള കോൺട്രാഡിക്ടറി ഐഡിയാസ് ദേ കണ്ടിന്യൂഡ് പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാർ. ദിസ് ഈസ് കോൾഡ്. ആ രണ്ട് ബ്ലോക്സും തമ്മിലുള്ള ആശയപരമായ സംഘർഷങ്ങളും നയതന്ത്ര യുദ്ധങ്ങളുമാണ് കോൾഡ് വാർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ടെക്സ്റ്റിലുണ്ട് പേജ് നമ്പർ 43. എവിടെ മുതൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ, ശ്രദ്ധിക്കണേ. എവിടെ മുതലാണെന്നറിയുമോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ലൈനിൽ ദീസ് ടു ബ്ലോക്സ് കാണുന്നുണ്ടോ? ഫിഫ്ത്ത് ലൈനിൽ അത് എവിടെ മുതൽ അണ്ടർലൈൻ ചെയ്യാന്നറിയുമോ? ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് സോഷ്യലിസ്റ്റ് ബ്ലോക്ക് ദാറ്റ് represented contradictory ideas continued their political and diplomatic wars. This enmity based on ideological conflict and diplomatic confrontations കാണുന്നുണ്ടോ? was called Cold War. അതാണ് കോൾഡ് വാർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കണം. വാട്ട് ഈസ് നോൺ അലൈൻഡ് മൂവ്മെന്റ്? അപ്പോൾ ഇത് മൈൻഡിലുണ്ടെങ്കിൽ ഈ നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ഈ കോൾഡ് വാർ നിലനിൽക്കുന്നത് കൊണ്ട് പിന്നെ ശ്രദ്ധിക്കണേ നിങ്ങൾ, ഈ കോൾഡ് വാർ ഉള്ളത് കൊണ്ട് എന്താ കുഴപ്പം നോക്കാം. നമ്മൾ എന്താ ട്രബിള്? അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷവും ഈ ഒരു കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാവുകയല്ല, കോൺട്രാഡിക്ടറി ഐഡിയാസും പൊളിറ്റിക്കൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോൾഡ് വാറിനകത്ത് വരുന്നതാണ് അല്ലേ. അവരുടെ പൊളിറ്റിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് വാറാണ് ഈ രണ്ട് ബ്ലോക്സും തമ്മിലുള്ള. അതാണ് കോൾഡ് വാർ. അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ വാട്ട് ഈസ് നോൺ അലൈൻഡ് മൂവ്മെന്റ് നോക്കുക നമ്മൾ. ഫോളോയിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും കൺട്രീസ് ഇൻഡിപെൻഡൻ്റ് ആയത് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ദെൻ they realized that ഈ ദേ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാ? ഈ ഇൻഡിപെൻഡന്റ് കൺട്രീസ് realized that it would threaten world peace. The liberated nations decided not to join any blocks and they formed non-aligned movement. And what is ഇതെന്താ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ മെനി നാഷൻസ് ഇൻഡിപെൻഡൻ്റ് ആയി. So they realized that അവർ തിരിച്ചറിഞ്ഞു it would threaten world peace. It would എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോൾഡ് വാർ. They realized that കോൾഡ് വാർ കേട്ടോ, കോൾഡ് വാർ ഇവിടെ ഇറ്റെന്ന് ഉദ്ദേശിക്കുന്നത് കോൾഡ് വാർ ആണ്. കോൾഡ് വാർ വുഡ് ത്രട്ടൺ വേൾഡ് പീസ്. ലോക സമാധാനത്തിന് ഭീഷണിയാണെന്ന് അവരെന്ത് ചെയ്തു? തിരിച്ചറിഞ്ഞു. The liberated nations decided to not to join any blocks. ശ്രദ്ധിക്കണേ, not to join any blocks and they formed non-aligned movements. ഒന്നിലും ചേരാതെ നിന്നു. അതിനാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ്സ്, ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. They did not join any blocks. അവർ ഒരു ബ്ലോക്സിലും, നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യലിസ്റ്റ് ബ്ലോക്സിലോ നിന്നില്ല, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്സിലോ നിന്നില്ല. സോ വി ക്യാൻ കോൾ നോൺ അലൈൻഡ് മൂവ്മെന്റ്സ്. അവർ വേറെ തന്നെ ചേരിചേരാ പ്രസ്ഥാനമായിട്ട് നിലകൊണ്ടു, നോൺ അലൈൻഡ് മൂവ്മെന്റ് ആയിട്ട്
നിലകൊണ്ടു. ഓക്കെ, വൺ മോർ. ഫോളോയിങ് ദ സെക്കൻഡ് വേൾഡ് വാർ മെനി ഏഷ്യൻ, ആഫ്രിക്കൻ ആൻഡ് Latin American countries were independent. They realized that Cold War was threatened world peace. ലോക സമാധാനത്തിന് അത് തടസ്സമാണ്. The liberated nations decided not to join any, so they decided not to join any blocs and they formed non-aligned movements. Okay, that is non-aligned movement. പറഞ്ഞു നോക്കിയേ, what is non-aligned movement? Following the Second World War, many Asian, African, Latin American countries were independent. These independent nations decided to join any blocs. പിന്നെയോ, they formed non-aligned movements. ഈ non-aligned മൂവ്മെൻറ്റ്സിൻ്റെ അതിൻ്റെ ഫോർമേഷൻ നോക്കുക നമ്മൾ. അതിൻ്റെ ഫോർമേഷൻ മൂട്ടയുടെ മീറ്റിംഗ്, ബന്ധവും ഫസ്റ്റ് മീറ്റിംഗ് ആണ്. ശ്രദ്ധിക്കണേ, അവരുടെ ഈ നോൺ അലൈൻഡ് കൺട്രീസൊക്കെ കൂടി ചേർന്നിട്ട് ഒരു നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ഹെൽഡ് ബാന്തൂങ്. ശ്രദ്ധിക്കണേ, ബാന്തൂങ്ങിൽ, ഇന്തോനേഷ്യ കേട്ടോ, ഇന്തോനേഷ്യ in 1955. ഇതെൻ്റെ എക്സാമിന് ചോദിച്ചിട്ടാണ്. ഇവിടെ ഫസ്റ്റ് കോൺഫറൻസ്, ഇത് ശരിക്കും ഫോർമേഷനാണ്. ബന്ധുവിൽ ഫോർമേഷനാണ്, നോൺ അലൈൻഡ് മൂവ്മെൻറ്റിൻ്റെ കേട്ടോ. ഫോർമേഷനാണ്. രണ്ടാമത്തത് ഫസ്റ്റ് കോൺഫറൻസ് ആണ്. ശ്രദ്ധിക്കണേ, ഫസ്റ്റ് കോൺഫറൻസ് in 1961, 1961 61 ബെൽഗ്രേഡിൽ വെച്ചിട്ടാണ്. ശ്രദ്ധിക്കണം, ബെൽഗ്രേഡിൽ. ഫസ്റ്റിലത്തത് ബാന്തൂങ്ങിൽ, ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ in 1955. ഫസ്റ്റ് കോൺഫറൻസ് 1961 ബെൽഗ്രേഡിൽ. ഇത് ഫോർമേഷൻ മീറ്റിംഗ് ആട്ടോ. ഫസ്റ്റിലത്തത് ഫോർമേഷനാണ്. ഫോർമേഷൻ മീറ്റിംഗ് അറ്റ് ബാന്തൂങ്, ഇന്തോനേഷ്യയിലെ ബാന്തൂങ്ങിൽ in 1955. ദെൻ ഫസ്റ്റ് കോൺഫറൻസ് 1961 in ബെൽഗ്രേഡ്. ഓക്കെ, ആ 2 ഇയറും കൂടെ അവിടെ ഓർപ്പിച്ചാൽ മതി. പിന്നെ ടെക്സ്റ്റിൽ ഒരു കൊട്ടേഷൻ ഉണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്ക്. ജവഹർലാൽ നെഹ്റുവിൻ്റെ, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു കൊട്ടേഷൻ അവിടെ തന്നിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം നമ്മൾ. നോൺ അലൈൻമെന്റ് does not mean to keep aloof from world affairs. Rather, it is to face many issues we confront. Jawaharlal Nehru said, indicating the objectives of the movement. എന്താണ് അദ്ദേഹത്തിൻ്റെ വേർഡ്സ് പറയുന്നത് നോക്കാം. എന്താ പറയുന്നത്? നോൺ അലൈൻഡ് does not mean keep aloof from world affairs. നോൺ അലൈൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ കൂടെ ചേരാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വേൾഡിലുള്ള ഒരു പ്രശ്നത്തെയും തിരിഞ്ഞു നോക്കുന്നില്ല എന്നല്ല അർത്ഥം. പകരം എന്താണ്? ഇറ്റ് ഈസ് ടു ഫേസ് മെനി ഇഷ്യൂസ് വി കോൺഫ്രണ്ട്. നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രതിസന്ധികളിലും ഇടപെടുക എന്നുള്ളതാണ് നോൺ അലൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേൾഡ് ലെവലിലുള്ള പ്രോബ്ലംസിൽ നിന്ന് മാറി ഒളിച്ചോടി പോവുക എന്നുള്ളതല്ല. പകരം എല്ലാ ഇഷ്യൂസിലും ഇടപെടുക എന്നുള്ളത് തന്നെയാണ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇഷ്യൂസിൽ ഇടപെടണമെങ്കിൽ ഈ 2 ബ്ലോക്സിൽ നിൽക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ. സോഷ്യലിസ്റ്റ് ബ്ലോക്സോ ക്യാപിറ്റൽ ബ്ലോക്സിലോ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ വേൾഡ് ഇഷ്യൂസിലെല്ലാം ഇടപെടാൻ കഴിയൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ലല്ലോ. അതാണ് ആരുദ്ദേശിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ പറഞ്ഞത്? നോൺ അലൈൻഡ് ഡസ് നോട്ട് മീൻ ടു കീപ് അലൂഫ് ഫ്രം ദ അഫയേഴ്സ്. ലോകകാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കലല്ല, മറിച്ച് റാദർ ഇറ്റ് ഈസ് ടു ഫേസ് മെനി ഇഷ്യൂസ് വി കോൺഫ്രണ്ട്. നമ്മൾ
പല പ്രതിസന്ധികളിലും ഇടപെടുക എന്നുള്ളതാണ് നോൺ അലൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആരുടെ അഭിപ്രായം? നെഹ്റുവിൻ്റെ ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് നിന്ന് നമ്മൾ പറഞ്ഞത്. ഒന്ന് കോൾഡ് വാർ എന്താണ്? ഈ സോഷ്യലിസ്റ്റ് ബ്ലോക്സും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്സും തമ്മിലുള്ള കോൺട്രാഡിക്ഷൻ ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്ലമേറ്ററി വാർസ് ആണ് എന്തെന്ന് പറയുന്നത്? കോൾഡ് വാർ എന്ന് പറയുന്നത്. ദെൻ നോൺ അലൈൻഡ് മൂവ്മെന്റ്. വാട്ട് ഈസ് നോൺ അലൈൻഡ് മൂവ്മെന്റ്? ഫോളോയിങ് ദ സെക്കൻഡ് വേൾഡ് വാർ many Asian American, Latin American countries were independent. They decided not to join any blocks. They formed a non-aligned movement. Okay, non-aligned movement first conference in Belgrade and mooted a meeting held at ഇന്തോനേഷ്യയിലെ ബന്ധുങ്ങിൽ in 1955. മറ്റത് 1961. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് വെസ്റ്റ് ഏഷ്യ. എന്താണ് പശ്ചിമേഷ്യ അഥവാ വെസ്റ്റ് ഏഷ്യയിലെ പ്രോബ്ലം നോക്കാം നമ്മൾ. വെസ്റ്റ് ഏഷ്യ ലിസൺ. നമ്മളിവിടെ ഒരു ടോക്ക് അവിടെ കാണാൻ തന്നിരിക്കുന്നു. PLO ലിബറേഷൻ യാസർ അറാഫത്ത് UN അസംബ്ലിയിൽ ചെയ്തിട്ടുള്ള ഒരു സ്പീച്ചിൻ്റെതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹു ഈസ് യാസർ അറാഫത്ത്? യാസർ അറാഫത്ത് is the chairman of the Palestine Liberation Organization, PLO. യാസർ അറാഫത്ത്, യാസർ അറഫാത്ത് എന്ന് പറയും കേട്ടോ. യാസർ അറഫാത്ത്, SCR അല്ലേ, കുഴപ്പമില്ല, നെയിമല്ലേ, എസ് എന്നതിനും കുഴപ്പമൊന്നുമില്ല. യാസർ അറഫാത്ത് ആരാണ്? ദ ചെയർമാൻ ഓഫ് PLO കേട്ടോ, ചെയർമാൻ ഓഫ് PLO. Who is the chairman of PLO? യാസർ അറഫാത്ത്. എന്താ നോക്കാം നമ്മള്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ PLO ഫോം ചെയ്തത് നോക്കാം നമ്മള്. ലിസൺ, നോക്കാം നമ്മള്. Until the first world war വരെ the territory including പലസ്തീൻ ഉൾപ്പെടുന്ന പ്രദേശം ശ്രദ്ധിക്കണേ. ഫോളോയിങ് ദ അല്ലെങ്കിൽ അണ്ടിൽ ദ ഫസ്റ്റ് വേൾഡ് വാർ ടൈം വരെ ദ ടെറിട്ടറി ഇൻക്ലൂഡിങ് പലസ്തീൻ്റെ ടെറിട്ടറി ആസ് ദ പാർട്ട് ഓഫ് ടർക്കിഷ് എംപയർ. ഏതിൻ്റെ ഭാഗമായിരുന്നു? ടർക്കിഷ് എംപയറിൻ്റെ ഭാഗമായിരുന്നു. ടർക്കിഷ് എംപയറിൻ്റെ ഭാഗമായിരുന്നു ഏത്? പലസ്തീൻ. നോക്കണേ. ബട്ട് ലേറ്റർ when the time of first world war Britain defeated Turkish empire. Okay, when the time of first world war Britain defeated Turkish empire. അപ്പോൾ ഈ പലസ്തീനും ആരുടെ കയ്യിൽ തന്നെയായിരിക്കും? ബ്രിട്ടൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. കാരണം എന്താണ്? ഇസ് ദ പാർട്ട് ഓഫ് പലസ്തീൻ ഇസ് ദ പാർട്ട് ഓഫ് ടർക്കിഷ് എംപയർ. ഓക്കെ, when the time of first world war Britain defeated Turkish empire. അപ്പോൾ ഏതും നിയന്ത്രണത്തിലാവും? പലസ്തീനും ടർക്കിഷ് എംപയറിൻ്റെ പാർട്ടല്ലേ. അപ്പോൾ ആ ഭാഗം ആരുടെ കയ്യിലായി? ബ്രിട്ടൻ്റെ കയ്യിലായി. when the time of this വാറിൻ്റെ ഈ വാറിൻ്റെ ടൈമിൽ ജൂസ് ഹെൽപ്ഡ് ബ്രിട്ടൻ. ആരാണ്? ജൂസ് ഹെൽപ്ഡ് ബ്രിട്ടൻ. ബ്രിട്ടനെ ആര് ഹെൽപ്പ് ചെയ്തിരുന്നു? ജൂസ് മീൻസ് ജൂതന്മാർ. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ജൂസ് അല്ലേ. ഹിറ്റ്ലർ മസാക്രേഡ് ജൂസ്, എ സ്പെഷ്യലി ബിൽറ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പ് നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ ആ ജൂസ് ഹെൽപ്ഡ് ബ്രിട്ടൻ വെൻ ദ ടൈം ഓഫ് ദിസ് വോർ.
അപ്പോൾ ഒരു കാര്യം ഈ ജൂസ് ചെയ്തെടുത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ബ്രിട്ടൻ ഡിസൈഡഡ് ടു ഹെൽപ്പ് ഓർ ബ്രിട്ടൻ തിരിച്ചും ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. സിൻസ് ദ ജൂസ് ഹെൽപ്ഡ് ബ്രിട്ടൻ ഇൻ ദ വാർ, ദെൻ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആൽത്തർ ബാൽഫർ, എന്താ പേര്? ആൽത്തർ ബാൽഫർ ശ്രദ്ധിക്കണേ. ആർത്തർ ബാൽഫർ മനസ്സിലായല്ലോ? ഇവിടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? എന്താ അണ്ടിൽ ദ ഫസ്റ്റ് വേൾഡ് വാർ ടൈം ദ ടെറിട്ടറി including Palestine was a part of Turkish Empire. When the time of First World War, Britain defeated Turkish Empire. Then Palestine became under the control of Britain. This time Jews helped Britain. When the war time, Jews helped Britain. So Britain തിരിച്ചു വന്നിതു ഒരു ഹെൽപ്പ് ജ്യൂസിനെ നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിരുന്ന ആൽത്തർ ബാൽഫർ ഒരു പ്രഖ്യാപനം നടത്തി. എ ഡിക്ലറേഷൻ ഓഫ് ആൽത്തർ ബാൽഫർ വാസ് the establishment of a Jewish nation. ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു രാജ്യം കൊടുക്കണം എന്ന്. ഈ ടൈമിൽ അവരെ ഹെൽപ്പ് ചെയ്തവരാണ് ജൂതന്മാരെ, വാർ ടൈമിൽ. സോ അവർക്ക് തിരിച്ചും ഒരു ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടി, അതായത് ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു രാഷ്ട്രം കൊടുക്കണമെന്ന് ആര് പ്രഖ്യാപിച്ചു? ആൽത്തർ ബാൽഫർ ഡിക്ലെയർഡ് ദാറ്റ് establishment of a Jewish nation in West Asia as a reward. ഒരു പ്രത്യുപകാരമായിട്ട് ഒരു ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു രാഷ്ട്രം കൊടുക്കണമെന്ന് ആൽത്തർ ബാൽഫർ ഡിക്ലെയർ ചെയ്തു. ഈ ഡിക്ലറേഷനാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ അറിയപ്പെടുന്നത്? ബാൽഫർ ഡിക്ലറേഷൻ. വാട്ട് ഈസ് ബാൽഫർ ഡിക്ലറേഷൻ? What is Balfour Declaration? British Foreign Secretary Arthur Balfour declared that the establishment of a Jewish nation in West Asia as a reward. It is known as Balfour Declaration. Okay? അതാണ് ബാൽഫർ ഡിക്ലറേഷൻ. ഇനി എന്താ നോക്കാം നമ്മൾ. Demand for a separate Jewish state in 1948. In 1948, the nation Israel was formed. In 1948, for Jews, Israel formed. Israel, ശ്രദ്ധിക്കണേ. Israel formed. In 1948, for Jews, ജൂതന്മാർക്കുമായിട്ട് എ സെപ്പറേറ്റഡ് കൺട്രി ഫോംഡ് ഇൻ 1948, നെയ്മഡ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന പേരായിട്ടുള്ള ഒരു നാഷൻ ഫോം ചെയ്തു 1948 ഫോർ ജ്യൂസ്. ജൂതന്മാർക്ക് മാത്രമായിട്ടൊരു രാഷ്ട്രം ഫോം ചെയ്തു. When the time of the establishment of Jewish Empire, Palestine, അവിടെ ഉണ്ടായിരുന്ന പലസ്തീൻ ജനത, they lost their homeland. അവിടുത്തെ പലസ്തീൻ ജനങ്ങൾക്ക് അവരുടെ ഹോംലാൻഡ് എന്ത് ചെയ്തു? നഷ്ടമായി. എന്തുകൊണ്ട്? അവിടെ പലസ്തീനിലുണ്ടായിരുന്ന ആളുകൾ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളാണ്, ഇവിടെ ജൂതന്മാരാണ്, ജ്യൂസുകളാണ്. അപ്പോൾ ഇവിടെ ഫോം ചെയ്തപ്പോൾ, ഇസ്രായേൽ ഫോം ചെയ്തപ്പോൾ ഈ പലസ്തീനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ്
ഈ ഇസ്രായേലായിട്ട് അവർക്ക് കൊടുത്തത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പലസ്തീനികൾക്ക് അവരുടേതായിട്ടുള്ള ഹോംലാൻഡ് എന്ത് ചെയ്തു? ദേ ലോസ്റ്റ് ദെയർ ഹോംലാൻഡ്, അവരുടെ ഹോംലാൻഡ് നഷ്ടമായി. അപ്പോൾ ഒരാളെ അവിടെ കുറച്ചാളുകളെ അവർക്ക് മാത്രമായിട്ട് ജ്യൂസിന് മാത്രമായിട്ട് അവരുടെ ഒരു എംപയർ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന പീപ്പിൾസിന് അവരുടെ സ്ഥലം എന്തായിപ്പോയി? നഷ്ടമായി. ദേ മൈഗ്രേറ്റഡ് ടു അറബ് അനദർ അറബ് സ്റ്റേറ്റ്സ്, മറ്റ് അറബ് സ്റ്റേറ്റ്സിലേക്ക് ഈ പലസ്തീനുകളിൽ എന്ത് ചെയ്തു? മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ പലസ്തീൻസ് മൈഗ്രേറ്റഡ് ടു അറബ് കൺട്രീസിലേക്ക് അവരെന്ത് ചെയ്തു? അഭയം തേടി. അപ്പോൾ ഇസ്രായേൽ പലസ്തീൻ എന്ത് ചെയ്തു? ക്യാപ്ചർ ചെയ്തു. ശ്രദ്ധിക്കണേ. ഇനി അടുത്ത് നോക്കുമ്പോഴേ വാട്ട് ഈസ് PLO? PLO മീൻസ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. പലസ്തീനെ സ്വതന്ത്രമാക്കണം. ഇനി ഒരു പ്രോബ്ലം, അവിടെ ജ്യൂസിനെ സ്വതന്ത്രമാക്കി അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടു. പലസ്തീനികൾ എന്ത് ചെയ്യപ്പെട്ടു? മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു, അഭയാർത്ഥികളായി. മനസ്സിലായോ? സോ ആർക്ക് സ്ഥലം വേണം? പലസ്തീനികൾക്ക്. അതിന് വേണ്ടിയിട്ട് എന്തുണ്ടാക്കി? PLO ഫോം ചെയ്തു, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് PLO? യാസിർ അറാഫത്ത്. ഓക്കെ, ഇനി നോക്കാം നമ്മൾ PLOയുടേത്. അങ്ങനെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്തു. ഒരുപാട് ആഫ്റ്റർ എ സീരീസ് ഓഫ് ബ്ലഡ് ഷെഡ്സ് ആൻഡ് മസാക്രേഴ്സ്, ഒരുപാട് കൊലപാതകങ്ങൾക്ക് രക്തച്ചൊരിച്ചിലുകൾക്കും ഒടുവിൽ ഇസ്രായേൽ എഗ്രീഡ് പ്രിൻസിപ്പിൾ ടു റെക്കഗ്നൈസ് പലസ്തീൻ ആസ് എ ഫ്രീ നാഷൻ. ഇസ്രായേല് പലസ്തീനിന് ഒരു ചെറിയ ഭാഗം കൊടുക്കാൻ വേണ്ടി, ഒരു രാഷ്ട്രം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലി എന്ത് ചെയ്തു? ഇസ്രായേൽ റെക്കഗ്നൈസ് ചെയ്തു, അംഗീകാരം കൊടുത്തു, പലസ്തീന് വേണ്ടിയിട്ട് സ്വതന്ത്രമായിട്ടൊരു രാഷ്ട്രം കൊടുക്കണമെന്ന്. ഇൻ 1993, 1993 ശ്രദ്ധിക്കണേ. ഇൻ 1993 പലസ്തീനികൾക്ക് മാത്രമായിട്ട് ഒരു രാജ്യം. ശ്രദ്ധിക്കണേ, പലസ്തീൻ ആസ് എ ഫ്രീ നാഷൻ. ഇസ്രായേൽ റെക്കഗ്നൈസ്ഡ് പലസ്തീൻ ആസ് എ ഫ്രീ നാഷൻ ഇൻ 1993. 1993 പലസ്തീൻ ഒരു ചെറിയ സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമുണ്ടായി. അത് തീരുമാനത്തിന് മീഡിയേറ്റർ ആയതാരാണെന്നറിയോ? നമ്മുടെ എല്ലാത്തിനും പ്രശ്നത്തിനും കാരണക്കാരനായിട്ടുള്ള അമേരിക്കയാണ്. അമേരിക്ക മീഡിയേറ്റർ ആയിക്കൊണ്ട് ഓസ്ലോ പാക്ട് ഉണ്ടാക്കി. എന്താ പേര്? ഓസ്ലോ പാക്ട്. ഓസ്ലോ കരാർ പ്രകാരം, ഓസ്ലോ പാക്ട് പ്രകാരമാണ് ഈ 1993 1993 ഓസ്ലോ പാക്ട് പ്രകാരമാണ് ഏതിനെ? പലസ്തീനെ ഒരു രാജ്യമായിട്ട് അംഗീകരിച്ചത്. അങ്ങനെയാണ് PLOയുടെ ആ പ്രവർത്തനങ്ങൾ കൂടെ. അത് കഴിഞ്ഞാൽ ആ ഭാഗം എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഫോർമേഷൻ ഓഫ് ഇസ്രായേൽ ഇൻ 1948, ഫോർമേഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് പലസ്തീൻ 1993 when America was a mediator. പാക്ടിന്റെ പേര് ഓസ്ലോ പാക്ട്. ഓസ്ലോ പാക്ട് പ്രകാരമാണ് 1993 പലസ്തീൻ എന്തായത്? ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് പറയേണ്ടത്. ദെൻ അവിടെ പറയാനൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. സിയോണിസം. വാട്ട് ഈസ് സിയോണിസം? ഒരു മാർക്കിന് ചോദിക്കുന്നത്. സിയോണിസം ഈസ് ആൻ ഇന്റർനാഷണൽ മൂവ്മെന്റ്. കുറച്ച് മുമ്പേ പറയാനുള്ളതാണ്. ഈസ് എ ഇന്റർനാഷണൽ മൂവ്മെന്റ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഹോംലാൻഡ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോംലാൻഡ് ഫോർ ദ ജൂസ്. ജൂതന്മാർക്ക് മാത്രമായിട്ടൊരു രാജ്യം നിർമ്മിക്കണം എന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്ന പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ശ്രദ്ധിക്കണേ, സിയോണിസം ഈസ് എൻ, പേജ് നമ്പർ 45 ലാസ്റ്റ് പാരഗ്രാഫിന്റെ ഫസ്റ്റില് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. സിയോണിസം ഈസ് ആൻ ഇന്റർനാഷണൽ മൂവ്മെന്റ് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോംലാൻഡ് ഫോർ ദ ജൂസ്. എന്നിട്ട് പിന്നെ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഇൻ 1948 ദ നാഷൻ ഇസ്രായേൽ വാസ് ഫോംഡ്. ഓക്കെ, പിന്നെ ബാൽഫർ ഡിക്ലറേഷൻ തൊട്ട് മുകളിലത്തെ പാരഗ്രാഫിൽ സിൻസ് ദ ജൂസ് ഹെൽപ്ഡ് ബ്രിട്ടൻ ദ വാർ എന്ന് കാണുന്നില്ല, അതിനടിയിലായിട്ട് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആൽത്തർ ബാൽഫർ ഡിക്ലെയർഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ ജൂയിഷ് നേഷൻ ഇൻ വെസ്റ്റ് ഏഷ്യ ആസ് എ റിവാർഡ്. ഇറ്റ് ഈസ് നോൺ ആസ് ബാൽഫർ ഡിക്ലറേഷൻ. അപ്പോൾ അതോടും കൂടിയിട്ട് ആ ഭാഗം എന്ത് ആയി? കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ, ആ പാട്ടാണ് പറയാനുള്ളത് കേട്ടോ. ഡിസ്ഇൻറ്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ.
ഇത് മായ്ക്കുകയാണേ. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയന്റെ പതനം. ഇപ്പോൾ കോൾഡ് വാർ ആരൊക്കെ തമ്മിലാണ്? USA ആൻഡ് USSR അല്ലേ? സോഷ്യലിസ്റ്റ് ബ്ലോക്സും അതേപോലെ തന്നെ ക്യാപിറ്റൽ ബ്ലോക്സും. അതിന് ഒരു എന്താണ് ശരിക്കും? ഏതാന്ന് നോക്കാം നമ്മൾ. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് പതനമാണ് ഏതിൻ്റെ? ഡിസിൻറ്റഗ്രേഷൻ ഓഫ് USSR. സോവിയറ്റ് യൂണിയന്റെ പതനമാണ്. സോവിയറ്റ് യൂണിയൻ തന്നെ എഴുതാം. സോവിയറ്റ് യൂണിയന്റെ പതനം. ലിസൺ, വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ? എന്താണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ നോക്കാം നമ്മൾ. ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ സോവിയറ്റ് യൂണിയൻ. ഫസ്റ്റ് പോയിന്റ്, ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖായേൽ ഗോർബച്ചേവ്. അതായത് പ്രസിഡന്റ് ആയിരുന്ന USSRന്റെ പ്രസിഡന്റ് ആയിരുന്ന മിഖായേൽ ഗോർബച്ചേവിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ആണ് ഫസ്റ്റിലെ ഏതിൻ്റെ ഡിക്ലറേഷന് മെയിൻ റീസൺ? USSRന്റെ ഡിക്ലറേഷൻ്റെ. എന്താ നോക്കുക, രണ്ട് തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ആണ് ഉണ്ടായത്. ഒന്ന് ഗ്ലാസ്നോസ്ത്, മറ്റൊന്ന് പെരിസ്ട്രോയിക്ക. വാട്ട് ഈസ് ഗ്ലാസ്നോസ്ത്, പെരിസ്ട്രോയിക്ക എന്നുള്ളത് അവിടെ മോർ റീഡിങ്ങിന് വേണ്ടിയിട്ട് 47 തന്നിരിക്കുന്നു. ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. സോ അതെന്താണെന്നുള്ളത് അവിടെ നോക്കിയാൽ മതി നിങ്ങൾ. ഗ്ലാസ്നോസ്ത് ആൻഡ് പെരിസ്ട്രോയിക്ക വേർ മിഖായേൽ ഗോർബച്ചേവ്സ് ടു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻ സോവിയറ്റ് യൂണിയൻ. Glasnost was to implement the opens in political process, accordingly regulation in media and civil rights. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വായിച്ചു നോക്കിയാൽ ഗ്ലാസ്നോസ്റ്റ് രണ്ട് തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ്. ഒന്ന് ഗ്ലാസ്നോസ്റ്റ്, മറ്റൊന്ന് പെരിസ്ട്രോയിക്ക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ എക്കണോമിക് കണ്ടീഷന് അനുസരിച്ചിട്ടുള്ള റിഫോംസ് അല്ല ആര് കൊണ്ടുവന്നത്? ഈ ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും USSRന്റെ എക്കണോമിക് കണ്ടീഷന് സ്യൂട്ടായിട്ടുള്ളതായിരുന്നില്ല. സോ ദാറ്റ് വാസ് ഡിക്ലൈൻ. അത്രയും മനസ്സിലാക്കിയാൽ മതി. രണ്ട് നെയിമും അവിടെ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഓക്കെ. ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖായേൽ ഗോർബച്ചേവ് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കണം? ഗ്ലാസ്നോസ്റ്റ് ആൻഡ് പെരിസ്ട്രോയിക്ക. ദെൻ deviation from the basic principles of socialism. സോഷ്യലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്നുള്ള വ്യതിചലനം. അപ്പൊ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഓൾ ആർ ഈക്വൽ അല്ലേ? ലേബേഴ്സിനും അതേപോലെ എല്ലാവർക്കും എന്താണ് ആ പാർട്ടിസിപ്പൻസ് ഉണ്ട് അല്ലേ? ഇതില് പ്രൊഡക്ഷൻസിൽ നമ്മൾ പഠിച്ചതല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള സോവിയറ്റ് യൂണിയനിൽ അവിടെ അതിൻ്റെ ഡിവിയേഷൻ ആണ്. ഏതിൽ നിന്നുള്ള ഡിവിയേഷൻ ഫ്രം സോഷ്യലിസ്റ്റ് ഐഡിയാസ്. സോഷ്യലിസ്റ്റ് ഐഡിയാസിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് കൺട്രിക്ക് നിലനിൽപ്പുണ്ടോ? ഇല്ല. അവിടെ ഏതിന് സ്ഥാനമില്ല? സ്വേച്ഛാധിപത്യത്തിന്, ഒരാളുടെ പരിഷ്കാരങ്ങൾക്കോ ഒരാളുടെ മെഷേഴ്സിനോ അവിടെ എന്തില്ല? ഇമ്പോർട്ടൻസ് ഇല്ല. സോഷ്യലിസത്തിൽ ഓൾ ആർ ഈക്വൽ ആണ്. ദെൻ ഡിവിയേഷൻ ഫ്രം ദ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ്. സോഷ്യലിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് മാറ്റമുണ്ടായി, സോഷ്യലിസ്റ്റ് കൺട്രി ഡിക്ലെയർ ആയി, എന്തായി? ഡിസിൻറ്റഗ്രേറ്റഡ് ആയി. ഓക്കെ. ദെൻ നെക്സ്റ്റ്, അതുകൂടാതെ സോഷ്യലിസ്റ്റ് കൺട്രീസിലൊന്നും ഒരിക്കലും സ്യൂട്ടായിട്ടുള്ള കാര്യമല്ല കറപ്ഷനൊന്നും അല്ലേ? നല്ലൊരു ഐഡിയോളജിയാണ്. ദെൻ കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദ ബ്യൂറോക്രസി. എവിടെ ഉണ്ടായിരുന്ന പിന്നീട് USSRൽ ഉണ്ടായിരുന്ന ഒഫീഷ്യൽസ് കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ദ ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയും അഴിമതിയും. പിന്നീട് സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന പോലെയല്ല, മിഖായേൽ ഗോർബച്ചേവിൻ്റെ കാലഘട്ടം തുടങ്ങി ഇങ്ങോട്ടുള്ള ഈ ബ്യൂറോക്രാറ്റ്സുകളൊക്കെ തന്നെ അവിടെ കറപ്ഷൻ ആൻഡ് ഇൻഎഫിഷ്യൻസി ആയിരുന്നു. അവരുടെ അഴിമതിക്കാരും
കെടുകാര്യസ്ഥത, ഒരു കാര്യവും നോക്കാത്ത ആളുകളാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. സോ ഫെയിലായി. നെക്സ്റ്റ് നോക്കാം നമ്മൾ, ഫെയിലിയർ ഇൻ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്കണോമിക് സെക്ടർ. അതായത് എക്കണോമിക് സെക്ടറിൽ ഉണ്ടായിരുന്ന ചേഞ്ചസിനെ ഉൾക്കൊള്ളാൻ USSRന് കഴിഞ്ഞില്ല. ഈ എക്കണോമിക് സെക്ടറിൽ പല ചേഞ്ചസും പിന്നീടുള്ള പ്രസിഡന്റുമാരൊക്കെ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ആസ് എ സോഷ്യലിസ്റ്റ് കൺട്രി, ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആയതുകൊണ്ട് തന്നെ ആ എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള എക്കണോമിക് സിസ്റ്റമേ അവിടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ബട്ട് പിന്നീട് വന്നിട്ടുള്ള പ്രസിഡന്റുമാരൊക്കെ തന്നെ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ദാറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ USSR. സോ ദാറ്റ് ഈസ് ഡിക്ലൈൻ. ഓക്കെ, failure in bringing about changes in economic sector. എക്കണോമിക് സെക്ടറിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി USSRന് കഴിഞ്ഞില്ല. ദാറ്റ് ഫസ്റ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കാം. ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഓഫ് മിഖായേൽ ഗോർബച്ചേവ്, ഗ്ലാസ്നോസ്ത്, പെരിസ്ട്രോയിക്ക. സെക്കൻഡ്, ഡീവിയേഷൻ ഫ്രം ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യലിസം. തേർഡ് വൺ, corruption and inefficiency of the bureaucracy. Then failure in bringing about changes in economic sector. Okay, then listen, unipolar world and American dominance. നോക്കാം നമ്മൾ, USSR ഡിക്ലൈൻഡ് ആയി. സോ കോൾഡ് വാർ ഈസ് എൻഡഡ്. ഇനി വാർ കളിക്കാൻ ആരോടെങ്കിലും ബാക്കിയുണ്ടോ? ഇല്ല. USSR ഡിക്ലൈൻഡ് ആയില്ലേ? Then America became വേൾഡ് പോലീസ്. ഓക്കെ, വേൾഡ് പോലീസ് ആയിട്ട് പിന്നെ ആരുടെ ഡൊമിനൻസാ? USA ഡൊമിനൻസാ, ഇവരുടെ ആധിപത്യ. ഏത് ഇൻ്റഗ്രേഷന് ശേഷം? ഡിസ്ഇൻ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയന് ശേഷം ഇൻ്റഗ്രേഷൻ ഓഫ് USA ആണ്. ഓക്കെ, അമേരിക്കയുടെ ഡൊമിനൻസ് ആണ്. പിന്നെ കോൾഡ് വാർ എൻഡഡ് വെൻ ദ ഡിസ്ഇൻ്റഗ്രേഷൻ ഓഫ് സോവിയറ്റ് യൂണിയൻ. അമേരിക്ക ബിക്കെയിം എ യൂണിപോളാർ വേൾഡ്. അമേരിക്കൻ ആധിപത്യം വന്നു, ഏകധ്രുവ ലോകം, യൂണിപോളാർ വേൾഡ്. അതിൻ്റെ ലീഡറാണ് ആര്? USA വേൾഡ് പോലീസായിട്ട് മാറി. അമേരിക്ക കോൾഡ് വാറിന് ശേഷം ഏത് ഡിക്ലൈൻ? കോൾഡ് വാറിൽ നിന്ന് 2 രാജ്യങ്ങളുണ്ടായിരുന്നത്. സോ USSR ഡിക്ലൈൻഡ്. USSR തകർന്നു. സോ അമേരിക്കൻ ഡൊമിനൻസ് ഉണ്ടായി. ആ ഡൊമിനൻസ് ഇന്നും വേൾഡ് ലെവലിൽ ഇങ്ങനെ നിലനിൽക്കുന്നു അല്ലേ? ഇപ്പോഴും അമേരിക്കയാണ് വേൾഡ് പോലീസ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ അമേരിക്കയെ? സെവറൽ സ്ട്രാറ്റജീസ് വേർ അഡോപ്റ്റഡ് ബൈ അമേരിക്ക ടു എസ്റ്റാബ്ലിഷ്ഡ് ഇറ്റ്സ് ഡൊമിനൻസ് ഇൻ ദ വേൾഡ്. വിച്ച് ആർ ദേ? അമേരിക്ക അതിൻ്റെ ഡൊമിനൻസ് നിലനിർത്താൻ വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു ആധിപത്യം നിലനിർത്താൻ കുറേ ഐഡിയാസ് ഉപയോഗിക്കുന്നുണ്ട്, സ്ട്രാറ്റജീസ് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് സ്ട്രാറ്റജി? വെറുതെ ഒരു കൺട്രി വന്നിട്ട് എന്ത് ചെയ്യില്ല, അവരുടെ ഡൊമിനൻസ് ഉണ്ടാക്കില്ല. കുറേ തന്ത്രങ്ങൾ, കുറേ സ്ട്രാറ്റജീസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അമേരിക്കയുടെ സ്ട്രാറ്റജീസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് തന്നെ നന്നായിട്ട് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എൻഡാവും. ഓക്കെ, അപ്പം 2 വലിയ ചാപ്റ്റേഴ്സാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ലാണ്ട് 2 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഇനി അങ്ങോട്ട് ചെറിയാണ്. അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ചെറിയ ചാപ്റ്ററാണ്. വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. വലിയ കൺഫ്യൂഷൻ ഫാക്റ്റ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണ്. ഓക്കെ, ഇത്രയും വരെയാണ് നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ ഈ ഫാസിസം പോലെ തന്നെ നാസിസവും പിന്നെ കുറേ വാറുകളും ഇതൊക്കെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അത് ഈ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്കസ് ചെയ്യാന്നല്ല, നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യുക, പറയാം. നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി ഈ ചാപ്റ്ററിൻ്റെ എൻഡാണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് 3rd ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത്രയും കാര്യങ്ങൾ പഠിക്കുക.